എന്തുകൊണ്ടാണ് എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത്. അതായത് ഇതുപോലെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സെക്സുമായി റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചുകൂടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ക്ലാരിറ്റി വന്നേ. ഞാൻ സെക്സിനെ പറ്റി സംസാരിക്കുന്നത് മാത്രമല്ല, അതിലൂടെ പൊളിറ്റിക്സും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാനറിൽ നിൽക്കാതെ, സപ്പോർട്ട് ഇല്ലാതെ ഇവിടുത്തെ പല പല ഫ്രണ്ടുകളെ LDF, UDF, BJP അങ്ങനെ എല്ലാവരെയും വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും ഹേറ്റർ ഉണ്ടാകുന്നത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഇൻസൈറ്റ് വന്നത്. അത് പൊളിറ്റിക്സ് പറയുന്ന സ്ത്രീകളെ അത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടല്ലാതെ സ്വതന്ത്രമായി നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരെ ഇതേപോലെ എല്ലാ സ്ഥലത്തും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അതിന്റെ കൂടെ സെക്സിനെ പറ്റി കൂടെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആണല്ലോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് വേറൊരു അർത്ഥമാണ്, പക്ഷെ എന്നാൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്ന വേറൊരു രീതിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ അതെ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മീഡിയക്കാർക്കും ഈ തമ്പനയില് സെൻസേഷണൽ ആവുന്ന കാര്യങ്ങളാണല്ലോ വേണ്ടത്. അപ്പം ഈ സെക്സിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിലും അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അശ്ലീലം കലർത്തി വിൽക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ മാർക്കറ്റിൽ വിപണിയുണ്ട്. അപ്പൊ തമ്പനയിൽ അങ്ങനെ ഇടുക, നമ്മളുടെ അങ്ങനത്തെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫോട്ടോകൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇടുന്ന ഫോട്ടോ ഒക്കെ എഡിറ്റ് ഒക്കെ ചെയ്തെല്ലാം വലിച്ചു നീട്ടി, ബ്രസ്റ്റ് ഒക്കെ വലിച്ചു നീട്ടി, അപ്പം അങ്ങനെ എന്നിട്ട് അതിന് തമ്പനയിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരിലേക്ക് നമ്മളുടെ ഒരു ഇമേജ് അങ്ങനെയാണ് എത്തുന്നത്. ഈ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നിർത്തുവാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നു. അതായത് ഇതിലൊന്നും ഒരു കണ്ടന്റ് ആണല്ലോ അതായത് നമ്മള് ഇപ്പം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിന്റെ ഒരു കണ്ടന്റ് ആണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ അത് മജ്ജയും മാംസവും വികാരവും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അനുഭവിക്കുക. ഞാൻ ആ കരഞ്ഞ പശ്ചാത്തലം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അത്രയും സൈബർ ബുള്ളിങ് കിട്ടി. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. പിന്നെ എനിക്ക് സൈബർ ബുള്ളിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ആൾക്കാരെല്ലാം ഈ മാനസിക സമ്മർദ്ദത്തെ പറ്റി മാത്രമേ പറയാറുള്ളൂ. മാനസിക സമ്മർദ്ദത്തിൽ ഉപരി ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദം എനിക്ക് ഈ പ്രാവശ്യം ഞാൻ അത് ഭയങ്കരമായിട്ട് അനുഭവിച്ചു. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കും, അത്ഭുതപ്പെടും, എടാ ഇവര് ആരാണ് പിന്നെ നമ്മളെ വന്നിരുന്ന് ഈ തെറി പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സൈബർ ഒളി ഇടങ്ങളിലെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലെ സൈബർ സൈക്കോകളാണ് ഈ ഇരുന്ന് ചെയ്യുന്നത്, നോർമൽ ജനങ്ങളല്ല ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റിയാലിറ്റി ബൈ ശാരികയിൽ ഇന്ന് എന്നോടൊപ്പം എഴുത്തുകാരിയും അധ്യാപികയും സോഷ്യൽ ആക്ടിവിസ്റ്റും സർവോപരി ഫെമിനിസ്റ്റുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കലാണ്. സ്വാഗതം. അധ്യാപിക എന്ന് പറഞ്ഞ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അതാണല്ലോ പ്രൊഫഷൻ, അതാണല്ലോ. ഓക്കെ. അപ്പോ എന്തുണ്ട് വിശേഷങ്ങൾ? വിശേഷം നന്നായിട്ടിരിക്കുന്നു. ഒരുപാട് യൂട്യൂബ് ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കാറുണ്ട്, പക്ഷെ സെലക്ട് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അത് ശാരികയാണെന്നാണ് എനിക്ക് എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾ. അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഭയങ്കര ഓണർ ആയിട്ട് എടുക്കുന്നു. കാരണം ശ്രീലക്ഷ്മി അറയ്ക്കലിനെയാണ് ഇന്റർവ്യൂ എന്ന് കേട്ടപ്പോ എല്ലാരും പ്രതീക്ഷിക്കുക ശ്രീലക്ഷ്മി അറയ്ക്കലുമായിട്ടാണോ? ശാരിക പറ്റിയ ആളാണ്, അവിടെ പോയിട്ട് തീപ്പൊരി പാറിക്കാം. സത്യത്തിൽ ഞാൻ തീപ്പൊരി പറിക്കാനല്ല ഇന്ന് ശ്രീലക്ഷ്മിയെ വിളിച്ചത്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഇന്നിപ്പോ ഒരു പ്രോഗ്രാമിനായിട്ട് എറണാകുളത്ത് വരുന്നു എന്ന് പറഞ്ഞു, നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അഭിമാനവും ഒരു ബഹുമാനമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കഷ്ടപ്പാട് സഹിച്ച് ശ്രീലക്ഷ്മിയെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ ശ്രീലക്ഷ്മിയുടെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടു. കഴിഞ്ഞ ഇടയ്ക്കും ഞാൻ നമ്മുടെ ഏറ്റവും അടുത്തൊരു പ്രിയങ്കരനായ ആങ്കറുമായിട്ടൊരു സംവാദവും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ശ്രീലക്ഷ്മിയെ വ്യത്യസ്തയാക്കുന്ന ശ്രീലക്ഷ്മിയുടെ നിലപാടുകളാണ്. ആ നിലപാടുകൾ പലപ്പോഴും സമൂഹത്തിന് പിടിക്കാത്തതുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഈ ഫെമിനിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഫെമിനിസം ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ? ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഡിഗ്നിറ്റി, എല്ലാവരും പറയുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇന്നലെയും കൂടെ ഞങ്ങൾ ഇത് സംസാരിച്ചുള്ളൂ, എന്തുകൊണ്ടാണ് എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത്. അതായത് ഇതുപോലെ ആളുകൾ എന്നെ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സെക്സുമായി റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചുകൂടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ക്ലാരിറ്റി വന്നേ. ഞാൻ സെക്സിനെ പറ്റി സംസാരിക്കുന്നത് മാത്രമല്ല, അതിലൂടെ പൊളിറ്റിക്സും സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാനറിൽ നിൽക്കാതെ, സപ്പോർട്ട് ഇല്ലാതെ ഇവിടുത്തെ പല പല ഫ്രണ്ടുകളെ LDF, UDF, BJP അങ്ങനെ എല്ലാവരെയും വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും ഹേറ്റർ ഉണ്ടാകുന്നത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഇൻസൈറ്റ് വന്നത്. അത് പൊളിറ്റിക്സ് പറയുന്ന സ്ത്രീകളെ അത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടല്ലാതെ സ്വതന്ത്രമായി നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരെ ഇതേപോലെ എല്ലാ സ്ഥലത്തും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. അതിന്റെ കൂടെ സെക്സിനെ പറ്റി കൂടെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആണല്ലോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ശ്രീലക്ഷ്മിയുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്സിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സെക്സ് ടോക്ക് വരുന്നത് നോർമലി അപ്പൊ ശ്രീലക്ഷ്മി തന്നെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പറയുന്നുണ്ട്, എന്നെ വിളിക്കുന്ന ഒരു പേര് ഞാനത് ഇവിടെ പറയുന്നില്ല, കാരണം താങ്കളെ വിഷമിപ്പിച്ചൊരു പേരാണ് അത്, അങ്ങനെ ഒരു പേര് താങ്കളെ വിളിക്കുന്നു എന്ന് പറയുന്നു. അത് എന്റെ ചാനലിൽ ഞാൻ പറയുന്നില്ല, കാരണം അത് ഒരിക്കലും നമുക്ക് എന്നെ ഒരു സ്ത്രീ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് എന്ന് ജനങ്ങൾ ചിലപ്പോൾ എന്നെയും പറയുമായിരിക്കും.
എന്നാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാധനമാണ് ആ ഒരു പേര്, എന്ത് പേരും ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ 5 വർഷങ്ങൾക്ക് മുമ്പോ 4 വർഷങ്ങൾക്ക് മുമ്പോ താങ്കൾ അതിനെക്കുറിച്ച് കുറെ കൂടെ സയന്റിഫിക് ആയിട്ടും നമ്മുടെ സാമൂഹ്യപരമായിട്ടും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവതാരകന്മാരുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു അത് കുറെ കൂടെ അസേർട്ട് ചെയ്തുകൊണ്ട് അതിലെ ടോക്കിലേക്ക് തന്നെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് വേറൊരു അർത്ഥലമാണ്, പക്ഷെ എന്നാൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിക്കുന്ന വേറൊരു രീതിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ അതെ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മീഡിയക്കാർക്കും ഈ തമ്പനയില് സെൻസേഷണൽ ആവുന്ന കാര്യങ്ങളാണല്ലോ വേണ്ടത്. അപ്പം ഈ സെക്സിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിലും അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അശ്ലീലം കലർത്തി വിൽക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ മാർക്കറ്റിൽ വിപണിയുണ്ട്. അപ്പൊ തമ്പനയിൽ അങ്ങനെ ഇടുക, നമ്മളുടെ അങ്ങനത്തെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫോട്ടോകൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇടുന്ന ഫോട്ടോയൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്തെല്ലാം വലിച്ചു നീട്ടി, ബ്രസ്റ്റ് ഒക്കെ വലിച്ചു നീട്ടി, അപ്പം അങ്ങനെ എന്നിട്ട് അതിന് തമ്പനയിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരിലേക്ക് നമ്മളുടെ ഒരു ഇമേജ് അങ്ങനെയാണ് എത്തുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് 2018 തൊട്ട് ഇന്ന് വരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളും എല്ലാ വിഷയത്തിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്നെ കണ്ടിപ്പെടുന്ന എല്ലാ വിഷയത്തിലും ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും കൂടെ എന്നെ ഈ ഒരു ടാഗിനകത്തേക്ക് ഇത് ഒരു നോർമൽ ഒരു ടാഗിലേക്ക് ഇടാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയെ പോലെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ഇങ്ങനൊരു ടോക്കിനെ കുറിച്ച്, അതായത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന നിലയിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് പകരം ആൾക്കാർ നിങ്ങളിലേക്ക് ചാർത്തി തരുന്ന കിരീടം എന്ന് പറയുന്നത് വേറെയാണ്. അതായത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ശ്രീലക്ഷ്മി എന്ന് ശ്രീലക്ഷ്മി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് അത് പോരാ. അവരുദ്ദേശിക്കുന്ന ലെവൽ ഇങ്ങനെയാണ്, ഈ ഒരു ലോ ലെവലിലാണ് ശ്രീലക്ഷ്മി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് താങ്കൾക്ക് ചാർത്തി തരണമെന്നും അതിലൂടെ താങ്കൾ കരയുന്നത് കണ്ട് കുറേയധികം ആൾക്കാർ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഇതിന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ചാനൽ കൊടുത്തിട്ട് താങ്കൾ വളരെ ഇമോഷണൽ ആയിട്ട് ബസ്റ്റ് ഔട്ട് ആവുന്നതിനെ വളരെ എന്താ പറയുക, അതിനെ ഒരു മാർക്കറ്റ് ചെയ്തുകൊണ്ട് പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തിട്ടിരുന്ന് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് നമ്മുടെ മലയാള സമൂഹത്തിന്റെ മൂല്യച്യുതിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരാളുടെ കണ്ണീരിനെ അത് എന്താ പറയാ വിൽക്കുന്നത് കൂടാതെ അതിൽ ആനന്ദം കടത്തുന്ന ഒരുതരം സൈക്കോപാത്ത് ലെവലിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ശ്രീലക്ഷ്മിക്ക്? നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അത് ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞു, ഈ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നിർത്തുവാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീർന്നു. അതോടെ അതായത് ഇതിലൊന്നും ഒരു കണ്ടന്റ് ആണല്ലോ അതായത് നമ്മള് ഇപ്പം ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ഒരു കണ്ടന്റ് ആണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ അത് മജ്ജയും മാംസവും വികാരവും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അനുഭവിക്കുക. ഞാൻ ആ കരഞ്ഞ പശ്ചാത്തലം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അത്രയും സൈബർ ബുള്ളിങ് കിട്ടി. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. പിന്നെ എനിക്ക് സൈബർ ബുള്ളിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ ആൾക്കാരെല്ലാം ഈ മാനസിക സമ്മർദ്ദത്തെ പറ്റി മാത്രമേ പറയാറുള്ളൂ. മാനസിക സമ്മർദ്ദത്തിൽ ഉപരി ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദം എനിക്ക് ഈ പ്രാവശ്യം ഞാൻ അത് ഭയങ്കരമായിട്ട് അനുഭവിച്ചു. അതായത് നെഞ്ചിങ്ങനെ ഇടിക്കുക, ടിക് ടിക് ടിക്, നമുക്കിങ്ങനെ ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിക്കുക. അതായത് ഈ ലോകം മൊത്തം നമുക്കെതിരെയാണ്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഈ ലോകം മൊത്തം നമുക്കിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ ടിക് 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 കളിക്കുന്നു. ഞാൻ വെച്ചാലിപ്പോ ചത്തു പോകുന്നു. എന്നിട്ട് കുറെ നേരം ഈ ചാറ്റ് GPT നോക്കുക, ശ്വാസം വലിക്കുക, അങ്ങനെ ഇതാക്കി ശ്വാസം എടുക്കുക, അങ്ങനെ കുറെ. പിന്നെ നമുക്ക് ഉറക്കമില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഫിസിക്കൽ സ്ട്രെസ്സിലേയും കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പം എല്ലാവരും പറയാറുണ്ട് ഞാൻ സ്ട്രോങ് ആ, ഞാനിത് കുറെ അതിജീവിക്കുന്നുണ്ട്. എനിക്ക് പോലും ഇത് ഇങ്ങനെ താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഈ സാധാരണ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നതെന്ന്. ഭയങ്കര പ്രശ്നമാണ് ഈ സൈബർ ബുള്ളിങ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇതൊരു കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവുമ്പോൾ, പക്ഷെ അത് ബാക്കിയുള്ളവരുടെ ജീവൻ വെച്ചാണ് അത് കളിക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ സ്വന്തമായിട്ട് അനുഭവിച്ചപ്പോഴാണ് എനിക്കതിന് ഭയങ്കര ഇത് 2019 എനിക്ക് സൈബർ ബുള്ളിങ് വരാറുണ്ട്. അപ്പൊ എന്താണ് എല്ലാവരും കമന്റ് ബോക്സിൽ അങ്ങനെ തെറിയൊക്കെ വിളിച്ച് എഴുതി വിടുള്ളൂ. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും പൈസ കൊടുക്കുവാണല്ലോ. അപ്പൊ റിയാക്ഷൻ വീഡിയോസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ, അവർക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവൂല, പക്ഷെ അവർ ഈ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീ ആരടി മറ്റേതാടി അങ്ങനെയൊക്കെ വലിച്ച് ഇങ്ങനെ ഒരുപാട് പേര് വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അതിന് എല്ലാം ഒരു ഫുള്ള് നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ ഒരു കടല് പോലെ ആൾക്കാർ ഇങ്ങനെ ഇളകി വരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫിസിക്കൽ ഒരു സ്ട്രെസ്സിലൂടെയാണ് ആൾക്കാർ കടന്നു പോകുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം അങ്ങനെ ആരും ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. അത് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്കിതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ല വീട്ടിൽ. ഇപ്പം സോ കോൾഡ് ആരും ചോദിക്കാനും പറയാനും ഇല്ല. അപ്പം നമുക്ക് ആരുമില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അത് നേരിടാൻ വേണ്ടി. അപ്പം ഞാൻ പറയുന്ന കണ്ടന്റിന് വേണ്ടിയാണേലും ഒരു മയത്തിലൊക്കെ ആൾക്കാരെ അതായത് ആൾക്കൂട്ട ആക്രമണം അത് സൈബർ സ്പേസിലും നല്ലതല്ല, റിയാലിറ്റിയിലും നല്ലതല്ല. അത് ഇപ്പൊ കേരളത്തിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നില്ലേ, അതേപോലെ ആൾക്കാർക്കൊരു മയമില്ല. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ആരെയും ഇങ്ങനെ ആൾക്കൂട്ട ആക്രമണത്തിന്
വിധേയരാക്കരുത്. അത് എത്ര പൈസ നമുക്ക് എത്തിക്സ് വേണം. അതെ, എല്ലാ മനുഷ്യരും. നമ്മുടെ സമൂഹത്തിന് എത്തിക്സ് കുറഞ്ഞു വരുവാന്ന് ശ്രീലക്ഷ്മി തോന്നിയിട്ടുണ്ട്. അതെ അതെ, അതായത് ഈ സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് നേരിട്ട് സൈബർ അത് ശരിയാണ്. നേരിട്ട് ഇപ്പം നമ്മളിപ്പോ എനിക്ക് ഈ സൈബർ ബുള്ളിങ് കിട്ടിയപ്പോ പുറത്തിറങ്ങാൻ വേണ്ടിയൊന്ന് ചായക്കടയിൽ പോകുമ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കുന്ന പോലെ കുറെ പേര് നോക്കാറുണ്ട്. നോക്കിയില്ലെങ്കിലും നമുക്ക് ഒരു ഫീൽ അടിക്കില്ല, ഇങ്ങനെ നോക്കുന്നു എന്നുള്ള ഒരു ഫീല്. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നെല്ലാം ഇതുപോലെ ഒന്നേ ബസ്സിൽ പോകും അല്ലെങ്കിൽ ഓട്ടോയിൽ പോകും. ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ബസ് നിർത്തി, എന്നിട്ട് നീ ഓട്ടോയിൽ പോകും. ഓട്ടോയിൽ പോകുമ്പോൾ നമ്മൾ ഓട്ടോ കാണുന്ന ചേട്ടന്മാര്, ഊബർ ചേട്ടന്മാര്, ആ ശ്രീലക്ഷ്മി അല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായി സംസാരിക്കുന്നു. അതാണ് ഡിഫറൻസ്. അതായത് ഇപ്പൊ എനിക്ക് ശ്രീലക്ഷ്മി പറയുന്നത് മനസ്സിലാകുന്ന കാരണം ഞാൻ സൈബർ ബുള്ളിങ് നേരിട്ട് കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഹോട്ട് സീറ്റ് ആങ്കർ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടൊരു വ്യക്തിയാണ്. രേണുസുധീർ ഇന്റർവ്യൂവിന്റെ പേരിലും അങ്ങനെ ഇന്നും എനിക്കൊന്ന് ബിഗ് ബോസിലെ പല താരങ്ങളും സൈബർ ആക്രമണം ഇന്നും നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ നേരിട്ട് ജനങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കാണുമ്പോൾ അവർ നമ്മളൊപ്പം സെൽഫി എടുക്കുന്നു, ഭയങ്കര സ്നേഹത്തോടെ മിണ്ടുന്നു. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കും, അത്ഭുതപ്പെടും, എടാ ഇവര് ആരാണ് പിന്നെ നമ്മളെ വന്നിരുന്ന് ഈ തെറി പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സൈബർ ഇടങ്ങളിലെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലെ സൈബർ സൈക്കോകളാണ് ഈ ഇരുന്ന് ചെയ്യുന്നത്. നോർമൽ ജനങ്ങളല്ല ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ശ്രീലക്ഷ്മി ഞാൻ കുറച്ച് ശ്രീലക്ഷ്മിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നല്ലൊരു സിംഗിൾ മദർ വളർത്തിയ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം തീർച്ചയായിട്ടും. ഞാനൊരു സിംഗിൾ മദർ ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അപ്പോൾ താങ്കൾ ഈ വളർന്നു, പഠിച്ചു, അധ്യാപികയാകുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഇങ്ങനത്തെ സെൻസ് ലൈംഗികമായിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും ലൈംഗിക ചുതികളെക്കുറിച്ചും ലൈംഗികമായിട്ടുള്ള അരാജകത്വത്തെക്കുറിച്ചും ഒക്കെ താങ്കൾ സംസാരിക്കുന്നു. ഇന്ന കാരണം കൊണ്ടാണ് മലയാളി ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ താങ്കൾ പലവട്ടം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, സെക്ഷൽ ഡിസിപ്ലിൻ വേണമെന്ന്. ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാരോട് പറയാൻ ഒരു ത്വര ഉണ്ടാകാനുള്ള റീസൺ എന്തായിരുന്നു? അതായത് നോർമൽ കേസിൽ താൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക സിംഗിൾ മദർ വളർത്തിയ ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിയാണ്. അതായത് വേറൊരു സപ്പോർട്ടും ഇല്ല തനിക്ക്. ഇപ്പൊ എനിക്കൊന്ന് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. താങ്കൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്, ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ടായാലും നിലപാടുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പല കാര്യങ്ങളും നമ്മളൊരു കോർണർ ചെയ്യപ്പെട്ടതായിട്ട് ശ്രീലക്ഷ്മിക്ക് എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട് ഇന്റർവ്യൂകളിൽ. ഈ ലൈംഗികതയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ തന്നിലേക്ക് വരുന്നു. താങ്കൾ വളരെ സ്മാർട്ടായിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്, പക്ഷെ അത് പുറത്തിറങ്ങുന്ന രീതി വേറെയാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് സംസാരങ്ങൾ പോകാൻ കാരണം എന്തായിരുന്നു? എന്താണ് ശ്രീലക്ഷ്മി അങ്ങനെ ഈ ലൈംഗികതയെക്കുറിച്ച് സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഒക്കെ വേണമെന്ന് തോന്നിപ്പിക്കാൻ ചെയ്ത വികാരം എന്തായിരുന്നു? അത് ബേസിക് ആയിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചിങ് ആണ് എന്റെ പ്രൊഫഷൻ. അതായത് ഞാൻ 9ാം ക്ലാസ് തൊട്ട് ട്യൂഷൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ് ആണ് എന്റെ സബ്ജക്ട്. ഞാൻ മാത്സും എടുക്കും. ഞാൻ എന്റെ 9ാം ക്ലാസ് തൊട്ട് ട്യൂഷൻ എടുക്കുന്നതാ. അപ്പം എന്റെ 9ാം ക്ലാസ് തൊട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. അപ്പൊ ട്യൂഷൻ എടുത്ത് അപ്പൊ എന്റെ ഉള്ളിൽ ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഈ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ഇത് എനിക്കുണ്ട്. അപ്പൊ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുന്ന ആളാ. അപ്പം ഇതുപോലെ നമ്മൾ വലുതായി നമ്മളുടെ ഒരു പ്രായം എത്തുമ്പോഴല്ലേ നമ്മൾ ഈ സ്വയം ഭോഗം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ ഒന്നും പീരീഡ്സിനെ പറ്റി അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാറി വാനിസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ആയിട്ട് ക്ലാസ് ചെയ്യുന്ന പീരീഡ്സിനെ പറ്റി സംസാരിച്ചത്. ആ പീരീഡ്സിനെ പറ്റി സംസാരിച്ചത് ഞാൻ എന്ത് കിട്ടിയാലും ഫേസ്ബുക്കിൽ എഴുതും. ഇതുപോലെ അറിയുന്ന നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവുമല്ലോ, അത് എഴുതിയിട്ടപ്പോൾ അത് ഭയങ്കര വൈറലായി. അപ്പം ഇപ്പം അയാള് സിവിൽ സർവീസ് പാസ്സായി. എന്റെ മാറി വാനിസിൽ എന്റെ ജൂനിയറായി പഠിച്ച ഒരു ആള്. അന്ന് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്ന ഇതുപോലത്തെ ഡിസ്കഷൻ ഞങ്ങളുടെ ക്ലാസ്സിൽ നടക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അവനിപ്പോ IAS കാരനാണ് തമിഴ്നാട്ടില്. അപ്പം അതേപോലെ അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് അതുപോലെ തന്നെ ഞാനിങ്ങനെ എഴുതി വന്നപ്പോഴാണ് ഇതുപോലെ സെക്സ്, മാസ്റ്റർബേഷൻ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴല്ലേ നമ്മൾ ഓഫ് കോഴ്സ് പെൺകുട്ടികളാകുമ്പോൾ നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഇതിനെപ്പറ്റി അറിയുന്നതിനൊക്കെ. ചെറിയ പ്രായത്തില് എത്തുമ്പോൾ നമ്മൾ ഇതിനെ അറിയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ അവയർനെസ് ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്ന ആളുകൾ. അപ്പൊ നമുക്കത് അവയർനെസ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മളത് എഴുതുന്നു. അത് നമ്മൾ മാക്സിമം ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഗൂഗിളിലൊക്കെ നോക്കി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എഴുതുമ്പോൾ ആൾക്കാർ നമ്മളെ വന്ന് നല്ല ബോധം ഇവരുള്ള ആൾക്കാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എഴുതണം എന്ന് പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് എഴുതണം എന്ന് പറയുന്നുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ ഞാൻ മാസ്റ്റർബേഷനെ പറ്റി എഴുതിയ പോസ്റ്റ് IMA വന്നിട്ടുണ്ട്. അപ്പം അത്രയും അപ്പൊ അതൊരു വലിയ കാര്യമില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു എഡ്യൂക്കേറ്റഡ് അക്കാദമിക് കമ്മ്യൂണിറ്റിയിൽ ഇത് അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ എന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയ കേസ് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ടൈമിൽ FFCക്കാര് മഹാത്മാ അയ്യങ്കാളിനെ ഒരു മോശമായി ചിത്രീകരിച്ച് ഒരു ട്രോൾ ഇറക്കി. അപ്പൊ ഞാൻ ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. അതോടുകൂടി FFC എന്നുള്ള ഫേക്ക് ഐഡികളെല്ലാം കൂടെ വന്ന് എന്നെ ഇങ്ങനെ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കൊറോണയുടെ സമയത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക്
ഇരിക്കുക. അപ്പൊ ബോറടിച്ചിട്ട് നമ്മൾ ലൈവ് ഒക്കെ ഇടുമല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല സമയത്ത്. ലൈവ് ഇട്ടപ്പം ഇതേപോലെ കുറെ ഫേക്ക് ഐഡികൾ വന്ന് ഇങ്ങനെ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് നമ്മളിത് ഈ സൈബർ സ്പേസ് നമുക്ക് അറിയത്തില്ലല്ലോ ഇവിടെ എന്ത് അതായത് നമുക്ക് നിയമത്തെ പറ്റിയുള്ള ലിറ്ററസി കുറവാണ് നമുക്ക്. അതൊരു പ്രശ്നമാണ് തീർച്ചയായും. അതൊരു പ്രശ്നം. അപ്പൊ എനിക്കും അറിയത്തില്ല ഈ ഇവിടെ കിടന്ന് തെറി വിളിച്ച ഇങ്ങനെ പ്രശ്നമാണ്. എന്നെ ഇവര് തെറി വിളിക്കുന്നു, മുഖം വാലും ഒന്നും ഇല്ലാത്തൊരു, ഞാൻ ഇതൊന്നും നോക്കാതെ എന്റെ മുഖം വെച്ച് ഞാൻ അവരെ തിരിച്ചു വിളിക്കുന്നു. അവര് ചോദിക്കുന്ന ദ്വയാർത്ഥത്തിന് ഞാൻ വേറെ പലതരത്തിലുള്ള ആൻസർ കൊടുക്കുന്നു. അങ്ങനെ ഇതെന്ത് ചെയ്തു, ഇവര് തന്നെ FFC എന്നൊരു ചാനൽ ഉണ്ടാക്കി യൂട്യൂബിൽ കൊണ്ടുപോയിടുന്നു. അങ്ങനെ ഇവര് വലിച്ചു കയറി. അതോടെ എന്റെ ഇമേജ് ഫുൾ അങ്ങ് അവള് മറ്റേ പരിപാടി. അതായത് താങ്കൾ എന്താണോ സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ചത്, അതൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു മാറ്റം, അതായത് റിനൈസൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ ലൈംഗികത ഉള്ള കാഴ്ചപ്പാടിൽ ഒരു മാറ്റമാണ് താങ്കൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇതിന്റെ മറ്റേ ടീമുകൾ വിചാരിച്ചത് അങ്ങനെയല്ല, താങ്കൾ എങ്ങനെയെങ്കിലും തകർക്കുക. ഇങ്ങനെ അതായത് താങ്കൾ ഒരിക്കൽ പറഞ്ഞ പാട്രിയാർക്കൽ ബേസ്ഡ് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി എന്തൊക്കെ നമ്മൾ വിളിച്ചു പോകുന്നതിൽ ഇന്നും അതുണ്ട് എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരാള് വളരണ്ട എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അതായത് ഇപ്പൊ ഞാൻ ഈ ക്യാമറ മുമ്പിൽ എന്ന് പറയാം, ഞാൻ പോലും ഒരുപക്ഷെ പച്ചയ്ക്ക് ലൈംഗികത പറയാൻ മടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞങ്ങൾ ചിലപ്പോൾ ഡബിൾ മീനിങ് ഒക്കെ വെച്ച് സംസാരിക്കുമായിരിക്കും, കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരിക്കും. പക്ഷെ ഒരു പബ്ലിക് സ്പേസിൽ വന്നിരുന്നിട്ട് ഒരു പക്ഷേ ശ്രീലക്ഷ്മി പറയുന്ന പോലെ പച്ചയ്ക്ക് വന്നിരുന്നിട്ട് മാസ്റ്റർബേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ലൈംഗികയ്ക്ക് ഡിസിപ്ലിൻ വേണമെന്നതിനെ കുറിച്ച് പറയാൻ ചിലപ്പോൾ ഞാൻ പോലും മടിച്ചെന്നിരിക്കാം. അക്കൂട്ടത്തിൽ താങ്കൾ സധൈര്യം അത് പറഞ്ഞു എന്നുള്ളത് അപ്രീഷിയേറ്റബിൾ ആണത്. അതുകൊണ്ടാണ് ബോധമുള്ള ആൾക്കാർ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവിടുന്ന് താങ്കൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ താങ്കളെ വലിച്ചു കീറാനായിട്ട് താങ്കളെ വേറൊരു മുഖത്തിലേക്ക്, ഞാൻ ശ്രീലക്ഷ്മിയെ കുറിച്ച് പഠിച്ചപ്പോഴേ എനിക്ക് തോന്നിയത് താങ്കൾ കുറെ കൂടെ അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ പലരും ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂ അവരുടെ ഇന്റർവ്യൂരാണോ അവരെയാണോ ഇന്റർവ്യൂ, ഞാൻ പുറന്നു പറയുന്നതെന്ന് തോന്നരുത്. ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവല്ലോ പലരും. അപ്പൊ ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മി ഏതേ ശ്രീലക്ഷ്മി നമ്മൾ ശ്രീലക്ഷ്മി ആർക്കും അയ്യോ അവരുടെ ഇന്റർവ്യൂ ആണോ ചെയ്യാൻ പോകുന്നത്, എനിക്ക് എന്താ ചാനൽ റീച്ച് ആക്കാനായിരിക്കും. ഞാൻ പറഞ്ഞല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് തുറയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ അവര് റിയാലിറ്റി ആക്കുക, അവർക്ക് റിയൽ ഫേസ് ഉണ്ട്. അപ്പം ഞാൻ അവര് പറയുന്നത് അർത്ഥം മുറിച്ചും എന്റെ ഫേസ്ബുക്കിൽ ഇടാനോ അല്ലെങ്കിൽ എന്റെ ചാനലിടാനോ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് എന്താണോ ജനങ്ങളോട് യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിച്ചത് അത് മാത്രമായിരിക്കും ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീലക്ഷ്മിയുടെ പഴയ വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് തോന്നി ഇവർ പറയാൻ ആഗ്രഹിച്ചതും ആൾക്കാർക്ക് റെൻഡർ ചെയ്യാൻ ശ്രമിച്ചതും വേറെ പലതുമായിരുന്നു. പക്ഷെ നിങ്ങളെ അവർ എത്തിച്ചത് വേറൊരു ലെവലിലേക്കാണെന്ന് മാത്രം. അതുകൊണ്ടാവാം നിങ്ങൾ ബേഴ്സ് ആയത് ഒരുപക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും. അതെന്തായാലും എനിക്ക് നിങ്ങൾ പറയുന്ന നല്ല രീതിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഇതുപോലെ ഈ സെക്സിനെ പറ്റി, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഈ നാഗ സൈലന്റ് ഒക്കെ അതുപോലെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ പറയാ, എനിക്കിത് കേസൊക്കെ വന്നു. ഫേസ്ബുക്കിൽ അശ്ലീലം പറഞ്ഞ് യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നത് കേസ് വന്നു. പക്ഷെ പോലീസ് എൻക്വയറി ചെയ്തപ്പം അത് ഞാനല്ല പ്രചരിപ്പിക്കുന്നത്, അത് FFCയുടെ ഗ്രൂപ്പുകാരാണ് കൊണ്ടിടുന്നത്. അങ്ങനെ എന്റെ കേസ് പോയി. പക്ഷെ അപ്പോഴാണ് എനിക്ക് തന്നെ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. അതോടെ ഞാൻ ആ പരിപാടി അവിടെ നിർത്തി. ഫേസ്ബുക്കിൽ മാക്സിമം തെറി ഉപയോഗിച്ചിരുന്നൊക്കെ ഞാൻ നിർത്തി. അതായത് നമുക്കൊരു അവയർനെസ് ഉണ്ടോ, നമ്മൾ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വേറെ രീതിയിൽ ഇതുപോലെ എഴുതുമെങ്കിൽ പിന്നെ ഞാനൊന്ന് കളം മാറ്റി പിടിച്ച് ഇതാക്കി. അപ്പൊ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ വന്ന് ഇങ്ങനെ ഈ ലൈവിൽ വന്ന് ലൈംഗികതയെ പറ്റി പറയുന്ന ആൾക്കാർ ഇതേപോലെ ലൈംഗിക തൊഴിലുകളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഓൺലി ഫാൻസും അതുപോലെ വീഡിയോ കോളും അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു സെയിം സാധനത്തിലാണ് ഇവരും എന്നെ ഇതാക്കുന്നത്. ഇപ്പൊ ഞാനതിൽ ഒരു എക്സാമ്പിൾ പറയട്ടെ. രേണുസുതി എന്റെ കൊളീഗായിരുന്നു, ഞാൻ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയാണ്. അത് ഭയങ്കര വൈറലായതാണ്. അവര് ഇപ്പോൾ വളരെ നല്ല നിലയിൽ അവരുടെ പ്രൊഫഷൻ ചെയ്തു പോകുന്നു. പക്ഷെ ഇപ്പോഴും അവരുടെ കാര്യത്തില് പ്രശ്നങ്ങളാണ്. അതായത് ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ്ങിന്റെ ഏറ്റവും പീക്ക് കണ്ടൊരു ലേഡി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ശ്രീലക്ഷ്മി എന്നും എന്റെ 7 അയലത്ത് പോലും വന്നിട്ടുണ്ടാവില്ല. ഇന്നും എയറിൽ കൊണ്ട് നിർത്തി അവരെ വിറ്റ് ജീവിക്കുന്നവരാണ് പകുതിയിലധികം യൂട്യൂബേഴ്സും. എന്നിട്ടും രേണുസുതി മോശക്കാരിയാണ്. എന്താണ് ശ്രീലക്ഷ്മിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഈ ഒരു സൈബർ ബുള്ളിങ് കിട്ടിയപ്പം ഞാൻ ജീവിച്ചതിന്റെ ഒരേ ഒരു കാരണം രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് രേണുസുതിക്ക് പോലും അറിയില്ല. പക്ഷെ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി കാരണമാണ് ഞാൻ ജീവിച്ചത്. ഞാൻ എന്നെ വിളിച്ച് എല്ലാരോടും പറഞ്ഞതാണ് രേണുസുതി അവരെന്തോരം അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇത്രയും, അതായത് ഞാൻ എങ്ങനെ കണ്ടതാണ്, ഇത്രയും തെറിവിളി കേട്ടിട്ടും അവര് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്കൊരു ഇൻസ്പിറേഷനാ. അപ്പൊ ഞാൻ അത്രയും കാലം രേണുസുതിനെ പറ്റി അത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചില്ല. എല്ലാവരും അവിടെ കിടന്ന് വർത്താനം പറയുന്നു. അങ്ങനെ ഞാനതൊരു എന്താ പറയാ ഒരു യൂഷ്വൽ കാര്യം കേട്ടോ. പക്ഷെ എനിക്ക് സൈബർ ബുള്ളിങ് കിട്ടിയപ്പോഴാണ് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിച്ചത്. ഒരു ആളുടെ ഭർത്താവ് മരിച്ചു പോന്നു, അവർ വിധവയാക്കപ്പെടുന്നു. അപ്പം ഈ സോ കോൾഡ് സമൂഹത്തിൽ ഒരു സെറ്റപ്പ് ഉണ്ട്, വിധവയായ ഒരു സർട്ടൈൻ രീതിയിൽ പെരുമാറണം. പക്ഷെ അവരതിനെല്ലാം ബ്രേക്ക് ചെയ്തു, അവരതിനെല്ലാം പൊളിച്ചടുക്കി. അത് ഇപ്പം ബാക്കി എല്ലാ വിധവകളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്, ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് മേക്കപ്പ് ചെയ്യുന്നതോ അത് പാട്ട് എല്ലാവർക്കും എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അവരതിനൊന്ന് മൂവ് ഓൺ ചെയ്യണ്ടേ, ഹീൽ ചെയ്ത് മുന്നോട്ട് വരണ്ടേ.
അപ്പൊ അത് ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര പ്രശ്നം. അപ്പം ആ ഒരു സമൂഹത്തിന്റെ വിധവകൾ ഇങ്ങനെ പെരുമാറാവൂ എന്നുള്ള ഒരു സാധനത്തെ പൊളിച്ചെഴുതിയ വ്യക്തിയാണ് രേണുസുതി. അത് മാത്രമല്ല, ഒരാൾ സൈബർ ബുള്ളിങ് കിട്ടുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നാണ്. എനിക്ക് എന്റെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടാവില്ല രേണുസുതിക്ക്, ഉറപ്പായിട്ടും ഉണ്ടാവൂല. എന്റെ അത്ര പൊളിറ്റിക്കൽ അവബോധമോ പൊളിറ്റിക്കലായിട്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ആ രേണുസുതി എന്നെ എന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സും ആരുമല്ല എന്നെ സൈബർ ബുള്ളിങ്ങിന്. എനിക്ക് എന്നെ സ്വന്തമായിട്ട് എനിക്ക് രേണുസുതി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. എനിക്ക് അത് അന്നേരം തൊട്ടാണ് ഞാൻ രേണുസുതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ഞാനിപ്പോ അടുത്ത് ഇങ്ങനെ നോക്കും, രേണുസുതിയുടെ അക്കൗണ്ടിൽ പാട്ട് പാടിയൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. സെയിം സമയത്ത് തന്നെ അവരുടെ മകനും കിച്ചുവും ഇതുപോലെ വേടന്റെ പാട്ട്. അപ്പൊ അവൻ അച്ഛൻ മരിച്ച ഒരു കുട്ടിയല്ലേ, പക്ഷെ അവനെ ആരും തെറി വിളിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ ഭർത്താവ് മരിച്ച ഒരു ഭാര്യ ഭയങ്കരമായിട്ട് പ്രശ്നം. അത് എനിക്ക് രേണുസുതിയോട് ഭയങ്കര അധികം രീതിയിലുള്ള റെസ്പെക്ട് ഉണ്ട്. ശരിക്കും രേണുസുതി പോലും അറിയാതെ രേണുസുതി ഒരു വിപ്ലവം നയിക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. കാരണം രേണു അനുഭവിച്ചത് ഒന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അതുപോലെ ആ കുട്ടിയെ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പൊ താങ്കൾ അതിനകത്ത് ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോലും എനിക്ക് നീതി കിട്ടാറില്ല, അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ സൈബർ ഇടം കോടതിയാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു. അത് ഒരു പരിധിവരെ സത്യമാണെന്നാണ് രേണുവിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രേണു കരഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഇറങ്ങി വന്ന കേസ് എനിക്കറിയാം. കാരണം അവൾ എന്റെ ഫ്രണ്ടും കൂടെയാണ്. അതായത് ഈ സൈബർ കുറെ ടീമുകൾ ഇരിപ്പുണ്ടല്ലോ, യൂട്യൂബേഴ്സ് കുറെ എണ്ണം, കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. അവര് രേണുവിനെ വിറ്റ് ജീവിക്കുന്നവരാണ്. അവർക്ക് രേണുവിന് ഇഷ്ടമല്ലെങ്കിൽ രേണു ചോദിക്കുന്നത് എന്റെ സബ്ജക്ട് എന്തിനെടുക്കണം. അപ്പൊ രേണുവിനെ വിറ്റ് ജീവിക്കുന്നു, രേണുവിന്റെ ഡേ ടു ഡേ ഇവന്റ്സ് തപ്പിയെടുത്ത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നു. അവർക്കെതിരെ പരാതി കൊടുത്തപ്പോൾ, ചേച്ചിയുമായിട്ട് ചെന്നപ്പോൾ വളരെ മോശമായിട്ടൊരു അനുഭവം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായി. അവരുടെ നാട്ടിലുള്ള തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായി. അതിനുശേഷം പക്ഷെ അതിற்கு മുകളിലുള്ള ആൾക്കാർക്ക് പരാതി കൊടുത്തപ്പോൾ അവർ കേസെടുത്തു. പക്ഷെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ SHO ആരോ മോശമായിട്ട് പെരുമാറിയെന്നാണ് രേണു പറയുന്നത്. അപ്പോൾ അതിൽ വലിയ അന്ന് ശ്രീലക്ഷ്മി പറയുന്ന കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാവാം. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് നീതി കിട്ടുന്നില്ല, അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ രേണുസുതി ഈ പറയുന്ന ഇപ്പൊ പുതിയൊരു പ്രശ്നം രേണുസുതി ഉണ്ടായിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തിനാ നമ്മുടെ ഈ പറയുന്ന പോലെ ആദില നൂർ, അവർക്ക് സബ്സ്ക്രിപ്ഷനും ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. വേറെ ഒരുപാട് സെലിബ്രിറ്റീസിന് ബിഗ് ബോസിൽ തന്നെ പല താരങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഉള്ളവർക്കും അതിന് മുമ്പുള്ളവർക്കും. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. അവർ സബ്സ്ക്രിപ്ഷൻ ഇട്ട് എന്താ കാണിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. രേണുസുതി മാത്രം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നമെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകത്തില്ല. എന്താണ് ശ്രീലക്ഷ്മിക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? രേണുസുതി ചെയ്യുമ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിന്റെ പീക്ക് അതൊരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരല്ല. അതെ, ഞാൻ മനസ്സിലാക്കിയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബിന്റെ ഒരു കണ്ടന്റ് ആയിരുന്നു കുറച്ചു കാലത്തേക്ക്. അത് കഴിഞ്ഞ് അതിന്റെ ഇത് പോയി. പക്ഷെ രേണുസുതി അങ്ങനെയല്ല. രേണുസുതി തിളങ്ങി നിൽക്കുന്ന നിത്യവസന്തം. കാരണം അതെന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് പറയണം, നീ ആരാണ്, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ. അതായത് രേണുസുതി ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരെപ്പോഴും അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും ലോക്കലായിട്ടുള്ള ലാംഗ്വേജിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ വേണം കരഞ്ഞ് മറ്റുള്ളവരുടെ വീടും ആ വീടിനെ പറ്റിയൊക്കെ അവർ ഇറക്കി എന്ത് കിടിലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ഒരാൾക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോകരുത്. ആ വീടൊക്കെ വെച്ചോട്ടാ നാണമില്ലേ അവര്. അവരൊക്കെ എന്ത് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ ചെന്നപ്പോൾ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടാണ് ശ്രീലക്ഷ്മി. കാരണം എന്നോട് പലരും ചോദിച്ചു ശാരീരിക കാരണം അവരുടെ കച്ചവടങ്ങൾ കുറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതാണ് ആ വീട്. ശ്രീലക്ഷ്മി എപ്പോഴെങ്കിലും ആ വാഗത്താനത്ത് ചങ്ങനാശ്ശേരി പോവുകയാണെങ്കിൽ രേണുവിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യട്ടെ. കാരണം രേണു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റബ്ബർ തോട്ടത്തിന്റെ ഏക്കറാണെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്, അതിന്റെ ഓപ്പോസിറ്റ് ബിഷപ്പിന്റെ വീട് മാത്രമാണുള്ളത്. അവിടെ നേരെ നമുക്കറിയാം 1-2 വർഷം പഴക്കമുള്ള ഒരു വീട്, പുതുതായിട്ട് വെച്ച് 1-2 വർഷം പഴക്കമുള്ള വീട് എത്രമാത്രം പഴമ നമുക്ക് തോന്നിക്കും. ഇത് ഫ്രണ്ടിലെ സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ്, പെയിന്റുകൾ അടന്ന് വീണ്, ബാത്റൂമിന്റെ അവസ്ഥ കാണണം. അപ്പൊ രേണു ചോദിക്കുന്ന പോലെ ദാനം തന്നാണ് കുറ്റം പറയാൻ പാടില്ല. ദാനം തന്ന പശുവിന് പല്ലെണ്ണി നോക്കുന്നു, അങ്ങനെ ഏതാണ്ട് ഒരു പ്രോവർബ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും രേണു ജീവിക്കണം. രേണുവിന്റെ അച്ഛനും അമ്മയും പ്രായമുള്ള മകനുണ്ട്, മക്കളുണ്ട്. അപ്പോ ദാനം കൊടുത്തെന്ന് പറഞ്ഞാലും അന്തസ്സായിട്ട് കൊടുക്കായിരുന്നു അവർക്ക്. പകരം അതിനെക്കുറിച്ച് അവര് പിന്നെ മറ്റേ റാൻ മൂളുകളെ പോലെ ഒന്നും മിണ്ടിക്കൂടാ, പൊളിഞ്ഞെങ്കിൽ നിങ്ങൾ മെയിൻ്റെനൻസ് ചെയ്തോളാം ഞങ്ങൾ. അപ്പൊ പിന്നെ ഇവർക്ക് എന്തിനാണ് ബഹുമതി? പിന്നെ തിരിച്ചത് എഴുതി കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള അത് നമുക്ക് ഭയങ്കര മോശമല്ലേ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അവസ്ഥ കണ്ടിട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിടണം. മറ്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത പരിപാടി, അത്രേ ഉള്ളൂ. ശ്രീലക്ഷ്മി, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. താങ്കളൊരു അധ്യാപികയാണല്ലോ, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നു ഹൈസ്കൂൾ തലത്തിൽ നിന്ന് മേളിലോട്ടുള്ള കുട്ടികളായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലേ? എന്ത് സബ്ജക്റ്റാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്? ഫിസിക്സ് പഠിപ്പിക്കും, പിന്നെ മാത്സ് പഠിപ്പിക്കും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപികയാണോ? സ്ട്രിക്റ്റ് അല്ല, ഒട്ടും സ്ട്രിക്റ്റ് അല്ല. സ്ട്രിക്റ്റ് അല്ല, എല്ലാ പേരൻസും ജോളിയാണ്. ജോളി. അവർക്ക് എന്നെ ആകെ പേടിയില്ലാത്തത് എന്റെ സ്റ്റുഡൻസിന് മാത്രമാണ്. ഒരു പേടിയില്ല. അപ്പൊ സമൂഹത്തിന് പേടിയാണെന്നാണ് പറയുന്നത്. എന്നെ ഒത്തിരി പേർക്ക് പേടിയാണ്, ഒത്തിരി ആൾക്കാർക്ക് പേടിയാ. പക്ഷെ പിള്ളേർക്ക് ഒരു പേടിയില്ല. പിള്ളേർക്ക് ഒരു പേടിയില്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ ചെല്ലക്കുട്ടിയെ അധ്യാപികയാണ്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് താങ്കളുടെ പ്രൊഫഷൻ, വേറെ ഏത് പ്രൊഫഷനാണ് ഞാൻ ചോദ്യം ചോദിക്കത്തില്ല,
താങ്കൾ ഈ ലൈംഗികതയെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തടിച്ച മട്ടിൽ ഇങ്ങനെയുള്ള കുറുക്കി കൊള്ളുന്ന ശൂലം കീറുന്ന പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും താങ്കളുടെ മുഖം അവിടെ വലിച്ചു കീറപ്പെട്ടിട്ടുണ്ട് പലവട്ടം അല്ലെ? താങ്കളുടെ ഇമേജുകൾ കീറപ്പെട്ടിട്ടുണ്ട്. താങ്കൾ താങ്കളെ പലപ്പോഴും പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ എന്റെ ഇമേജ് ഡൗൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്കൾ. അപ്പോൾ ഈ അധ്യാപിക എന്ന നിലയിൽ അത് എങ്ങനെ തന്റെ പ്രൊഫഷനെ ബാധിച്ചിട്ടുണ്ടോ? കുട്ടികൾ, അധ്യാപകർ അല്ലെങ്കിൽ പാരന്റ്സ്, കൂടുതലും പാരന്റ്സ് ആയിരിക്കും ഇടപെടാൻ വരിക, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ ഇവളെ കൊണ്ട് എന്തിനാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്, ഇതാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അധ്യാപകർ എന്ന നമ്മുടെ സമൂഹത്തിന്റെ രീതിയാണ് അധ്യാപകർ എന്ന സമൂഹത്തിന് മാതൃകയായിരിക്കണം. അപ്പോൾ ആ ഒരു മാതൃകയിൽ നിന്ന് ചാടി പുറത്തു വന്നൊരു വ്യക്തിയാണ് താങ്കൾ. അപ്പൊ എങ്ങനെ ആ അധ്യാപനം ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു? അതായത് ഞാൻ വെറും ഒരു ട്യൂഷൻ അധ്യാപികയല്ല, ഞാൻ BEd MEd ഉള്ള അധ്യാപികയാണ്. അപ്പൊ ഞാൻ BEd പഠിക്കാൻ പോയ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. കൊറോണ ടൈമിലാണ് ഇതുപോലെ ഈ FFC കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്ന് ഭയങ്കര പ്രശ്നമാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടീച്ചിങ് പ്രാക്ടീസ് വരുമല്ലോ. അപ്പൊ എനിക്ക് ആദ്യമായി ടീച്ചിങ് പ്രാക്ടീസ് കിട്ടിയത് ഞങ്ങളുടെ അടുത്തൊരു സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ എന്നെ ഓൺലൈൻ വഴിയാണ് ടീച്ചിങ് പ്രാക്ടീസ്. അപ്പം പറഞ്ഞു എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചർ നല്ലൊരു ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചർ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേറൊരു സ്കൂളിൽ എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ആ സമയത്ത് എനിക്ക് കിട്ടി. അപ്പം അവിടുത്തെ പ്രിൻസിപ്പൾ അത്യാവശ്യം എന്താ പറയാ ഒരു ബോധമുള്ള ഒരു ടീച്ചറായിരുന്നു. അവർ സ്ത്രീയായിരുന്നു. അപ്പം അവര് എനിക്ക് പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ എന്റെ പഠിപ്പിക്കൽ ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ല. അതാണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് അധ്യാപനത്തില് ഇപ്പം ഈ വിനായകനൊക്കെ പറഞ്ഞല്ലോ, വിനായകന്റെ ആക്ടിങ്ങിൽ ആരും കുറ്റം പറയൂല്ലോ, അതുപോലെ എന്റെ പഠിപ്പിൽ ആരും കുറ്റം പറയൂല. അപ്പൊ പിള്ളേരുമായിട്ടുള്ള ഇന്ററാക്ഷനും എല്ലാം അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ 2 സ്ഥലത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴും എനിക്ക് ഇതേപോലെ എന്താ പറയാ എനിക്ക് വേറെ സ്ഥലങ്ങൾ മാറി പോകേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ BEd കഴിഞ്ഞിട്ട് എനിക്കൊരു സ്കൂളിൽ ഇതുപോലെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവിടെ ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ ഭയങ്കര ഒരു ദുഷ്ടത്തിയായിരുന്നു. ആ പ്രിൻസിപ്പളിനെതിരെ 5 FIR ഇട്ടിട്ടുള്ള ഒരു അത്രയും വലിയൊരു ദുഷ്ടത്തിയായിട്ട് ഒരു പ്രിൻസിപ്പൾ ഉള്ള ഒരു സ്കൂളിലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം അവിടെ നിന്ന് എനിക്ക് ഇതേപോലെ ഒരു ഫേക്ക് പോക്സോ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. അപ്പം ശരിക്കും അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള കാരണം അങ്ങനെ ഒരു കേസ് അങ്ങനത്തെ അതായത് എന്നെ അവിടുന്ന് പുറത്താക്കണം അവർക്ക്. എന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന് ബാക്കി എന്താണെങ്കിലും ഞാൻ അവിടെ സർവൈവ് ചെയ്തേനെ. പക്ഷെ ഇങ്ങനെ ഒരു കേസ് വരാൻ വേണ്ടി എനിക്ക് കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നെന്റെ വേറെ ഈ പ്രിൻസിപ്പളിന്റെ കീഴിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു. വേറെ സ്കൂളിൽ, അതായത് അതിനു മുമ്പ് വേറെ സാറന്മാരെ അവിടെ കുടുക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു സാറിനെ കുടുക്കിയിട്ടുണ്ട്. അപ്പം ഈ പോക്സോ ആകുമ്പോൾ അധികം ഇടപെടുമല്ലോ. പിന്നെ ഞാനും കൂടെ പോക്സോ കേസിൽ അകപ്പെടുവാണല്ലോ. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേറെ റിസൈൻ ചെയ്തോളാം പറഞ്ഞു. പക്ഷെ ശരിക്കും ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ വരരുത് എന്നുള്ളതാണ്. ഞാനിവിടെ അവിടെ പഠിപ്പിക്കാൻ പോയപ്പോഴും ഞാൻ അവിടെ ഒരു 100ഓളം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് റിസൈൻ ചെയ്ത് വരുമ്പോഴും ഞാനും കുറെ കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ MEdന് പഠിക്കാൻ വേണ്ടി പോയി. MEd നമ്മൾ പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BEdലെ കുട്ടികളെയും TTC അതായത് DLEd പഠിക്കുന്ന കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. അവര് വലിയ പിള്ളേരല്ലേ, അപ്പം പിന്നെ അവർക്ക് പിന്നെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും അവരുടെ മാനേജ്മെന്റ് ഇപ്പം ഗവൺമെന്റ് കോളേജ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ മാനേജ്മെന്റ് കോളേജ് ആകുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നമാണ്. നമ്മൾ പിന്നെ അവരിങ്ങനെ നോക്കും. അഡൽട്ട് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ, അതായത് ലിമിറ്റേഷൻസ്. അതായത് ഈ ടീച്ചേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സ് ഒരുപാട് പാരന്റ്സിനോട് ഇത് ആൻസർ ചെയ്യേണ്ട ഒരു അവസ്ഥയായി പോകും. അപ്പം PTA എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ കുറച്ച് പാടാണ്. അപ്പോഴാണ് ഞാൻ പഠിച്ചതെല്ലാം ട്യൂഷൻ എടുത്താണ് പഠിച്ചത്. അതായത് പഠിക്കാൻ പോകും, രാവിലെ വൈകുന്നേരം ട്യൂഷന് പോകും. അങ്ങനെയാണ് പാർട്ട് ടൈം ജോലി ചെയ്താണ് പഠിച്ചത്. അത് ഞാൻ കാരണം എനിക്കറിയുന്ന പണി അതാണ്. ഞാൻ എന്റെ 9ാം ക്ലാസ് തൊട്ട് ചെയ്യുന്ന അതാണ്. എനിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്. മാത്തമാറ്റിക്കിലും ഒക്കെ എനിക്ക് നല്ല സ്കില്ലുണ്ട്. അപ്പം അതെനിക്കറിയാം. ഞാനിങ്ങനെ അത് ജസ്റ്റ് ചുമ്മാ, അതായത് നാട്ടിലൊരു പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് പഠിപ്പിസ്റ്റിന്റെ അടുത്ത് ബാക്കി പിള്ളേരെ പഠിപ്പിക്കാൻ വിടും. അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രത്തൊക്കെ ആകുമ്പോൾ പെർ അവർ 500, 750 ഒക്കെ വെച്ച് കിട്ടും. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇത് സ്വീകരിച്ചുകൂടെ? ഇതാകുമ്പോൾ 2 മണിക്കൂർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈസ കിട്ടും. പിന്നെ ഇതുപോലെ ഈ വെക്കേഷൻ സമയത്ത് സ്ട്രഗിളിംഗ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ പിന്നെ അതുപോലെ ഇൻഡിവിജ്വൽ ട്യൂഷൻസ്, അതായത് തിരുവനന്തപുരത്ത് നല്ല പൈസക്കാരുണ്ട്. അപ്പൊ പൈസക്കാരല്ല ഇതുപോലെ ഇൻഡിവിജ്വൽ ട്യൂഷൻ വിടും. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് നല്ല ടീച്ചേഴ്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ഫിസിക്സ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണോ, പക്ഷെ ഫിസിക്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് പല ഫിസിക്സ് അധ്യാപകരെയും നമുക്ക് ഇഷ്ടമല്ല. അതെ. അപ്പൊ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക പിള്ളേർക്കും ഭയങ്കര അധികം ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഫിസിക്സ് പഠിപ്പിച്ച ഒരു കുട്ടി +2 തോറ്റ ഒരാൾ BSc ഫിസിക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കുട്ടി BSc ഫിസിക്സ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് എന്താ പറയാ, നമ്മളൊരു ടീച്ചർ കാരണം, ഒരു ട്യൂഷൻ ടീച്ചർ കാരണം അവർ ആ സബ്ജക്റ്റിൽ ഡിഗ്രിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ
അത് വലിയൊരു അഭിമാന നിമിഷമാണ്. അതെ അതെ. പിന്നെ എനിക്ക് കിട്ടുന്ന ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ്. ഇവിടെ അങ്ങനെ ഒരു ടീച്ചറുണ്ട്, അങ്ങനെ പറഞ്ഞു ഞാൻ ട്യൂഷൻ കിട്ടുന്നത്. അപ്പം എന്റെ സ്കില്ല് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇടപെടൽ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ എന്റെ വീട്ടിലിപ്പം എന്റെ വീട്ടിൽ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ ചക്ക മാങ്ങ തേങ്ങ എല്ലാം പെറുക്കിക്കൊണ്ട് അവർക്ക് കൊണ്ടേ കൊടുക്കും. അവര് അങ്ങനെ ഒരു ഫാമിലി പോലെ ഒരു സെറ്റപ്പ് ആവും. അപ്പൊ അവർക്ക് നമ്മളെ അറിയാമല്ലോ. അതെ അതെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിലപാടുകൾ പറയുമ്പോഴും അത് വലിയതായിട്ട് എഫക്ട് വലുതായിട്ട് അല്ല, അങ്ങനെ അവര് പാരന്റ്സ് തമ്മിലൊക്കെ സംസാരിക്കും. പിന്നെ കുട്ടികൾ ആ ടീച്ചറിന്റെ ട്രോള് കണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തം പറഞ്ഞു, ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന യെസ് എന്ന് പറയുന്ന ഒരു യെസ് കേരളയോ യെസ് മീഡിയോ അങ്ങനെ എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ എന്നാൽ ടീച്ചറിനെ എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ അവർ പറയും. ഞാൻ ടീച്ചറിനെ ട്രോൾ ചെയ്യുന്ന ആരെ കിട്ടി ഇടിക്കും അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊരു ടീച്ചറ് സ്റ്റുഡൻസിന് പ്രിയപ്പെട്ട ടീച്ചർ തന്നെയാണ്. പിള്ളേരെ കാണുന്നൊക്കെയുണ്ട് ഇത്. പിന്നെ എപ്പോഴെങ്കിലും ചമ്മല് തോന്നിയിട്ടുണ്ടോ, ഒരു ജാള്യത തോന്നിയിട്ടുണ്ടോ? ജാളിയ നമുക്ക് ഇവരിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തോന്നും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ ഇല്ലേ, ഈ പിള്ളേരൊക്കെ ശരിക്കും കാണുന്നത് തൊപ്പി, സായി പോപ്പി, ഇവരൊക്കെ ഇവരൊക്കെ ഭയങ്കര തെറിയാ വിളിക്കുന്നേ. ഭയങ്കര തെറിയ വിളിച്ച് ഇവരൊക്കെ ആ ഒരു വേറെ പാരലൽ ലോകത്താണ്. അപ്പൊ നമ്മളൊന്നും പറയുന്നത് ശരിക്കും ഒന്നും ഒരു സംഭവമേ ഇല്ല ഇവർക്ക്. ഇവരെ നോക്കുമ്പോൾ നമ്മളെ എന്തിനൊക്കെയോ പറഞ്ഞ് തെറി വിളിക്കുന്നു. ഞാൻ കരഞ്ഞത് അവന്മാര് എന്റെ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ ട്രോൾ ചെയ്ത്. ടീച്ചർ കരഞ്ഞ് വഴുകില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. നമ്മളന്നേരം നന്നായിട്ട് പിള്ളേരെ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. ഞാനത് പറഞ്ഞിട്ടുള്ളതാ, എല്ലാ ടീച്ചേഴ്സും പിള്ളേരും തമ്മിൽ അടിയാണ്, മിക്ക ടീച്ചേഴ്സും മിക്ക സ്ഥലത്തും. പക്ഷെ എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേരാ. എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുന്ന എന്റെ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ പിള്ളേരെ ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്.